അമേരിക്കയിലെ ലക്ഷക്കണക്കിന് വരുന്ന മലയാളി IT പ്രൊഫഷണലുകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും പ്രത്യേകിച്ച് H1B വിസയിൽ വർഷങ്ങളായി ജോലി ചെയ്യുന്നവർക്കും അതിനിർണായകമായ ഒരു ആശ്വാസ വാർത്തയാണ് അമേരിക്കൻ ഇമിഗ്രേഷൻ വിഭാഗമായ USCISൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത്. ഗ്രീൻ കാർഡ് അഥവാ പെർമനന്റ് റെസിഡൻസി കാത്തിരിക്കുന്ന ഇന്ത്യക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയായ ഗ്രീൻ കാർഡ് ബാക്ക്ലോഗുകൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായും അപേക്ഷകരുടെ ദുരിതങ്ങൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായും 2026 പുതിയ ഇമിഗ്രേഷൻ മാർഗനിർദ്ദേശങ്ങൾ പ്രാബല്യത്തിൽ വരികയാണ്. പതിറ്റാണ്ടുകളോളം നീളുന്ന കാത്തിരിപ്പിനിടയിൽ വിസ കാലാവധി തീരുന്നവരും ജോലി നഷ്ടപ്പെടുന്നവരും പ്രായപൂർത്തിയാകുന്ന കുട്ടികളുടെ വിസ സ്റ്റേറ്റസ് നഷ്ടപ്പെടുന്നവരും ഉൾപ്പെടെ നിരവധി പേർക്ക് നിയമപരമായ പരിരക്ഷ ഉറപ്പാക്കുന്നതിനാണ് ഈ പുതിയ ഇമിഗ്രേഷൻ റൂളുകൾ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും അമേരിക്കൻ പ്രവാസികളായ മലയാളികൾക്ക് ഇത് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുമാണ്. ആദ്യമായി എംപ്ലോയ്മെന്റ് ബേസ്ഡ് ഗ്രീൻ കാർഡ് കാറ്റഗറികളായ EB2, EB3 എന്നിവയിൽ ഇന്ത്യക്കാർക്കുള്ള കാത്തിരിപ്പ് സമയം 60 വർഷം വരെയാകാം എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ നീണ്ട കാത്തിരിപ്പിനിടയിൽ അപേക്ഷകർക്ക് തങ്ങളുടെ ജീവിതം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ചില പ്രത്യേക ഇളവുകളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എംപ്ലോയ്മെന്റ് ഓതറൈസേഷൻ ഡോക്യുമെന്റ് അഥവാ EAD കാർഡുകളുടെ കാലാവധി 5 വർഷമായി നീട്ടിയ നടപടിയാണ്. മുൻപ് 1-2 വർഷം കൂടുമ്പോൾ EAD പുതുക്കേണ്ട അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് വലിയ സാമ്പത്തിക ബാധ്യതയും മാനസിക സമ്മർദ്ദവും ഉണ്ടാക്കിയിരുന്നു. എന്നാൽ പുതിയ നിയമപ്രകാരം അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റസ് അപേക്ഷ സമർപ്പിച്ച് കാത്തിരിക്കുന്നവർക്ക് 5 വർഷത്തെ വാലിഡിറ്റിയുള്ള വർക്ക് പെർമിറ്റ് ലഭിക്കും. ഇത് ഇടയ്ക്കിടെയുള്ള റിന്യൂവൽ ഫീസുകൾ ഒഴിവാക്കാനും ജോലി സംബന്ധമായ സുരക്ഷിതത്വം ഉറപ്പാക്കാനും വലിയ തോതിൽ സഹായിക്കുന്നു. രണ്ടാമത്തെ നിർണായകമായ മാറ്റം ജോബ് പോർട്ടബിലിറ്റി അഥവാ ജോലി മാറാനുള്ള സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതാണ്. മുൻപ് ഗ്രീൻ കാർഡ് പ്രോസസ്സിംഗ് നടക്കുന്നതിനിടയിൽ കമ്പനി മാറുകയോ അല്ലെങ്കിൽ ലേ ഓഫ് കാരണം ജോലി നഷ്ടപ്പെടുകയോ ചെയ്താൽ മുഴുവൻ ഗ്രീൻ കാർഡ് അപേക്ഷയും റദ്ദാക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ 2026 പുതിയ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം I-140 പെറ്റീഷൻ അംഗീകരിക്കപ്പെടുകയും അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റസ് ഫയൽ ചെയ്ത് 180 ദിവസങ്ങൾ പിന്നിടുകയും ചെയ്ത ഒരു വ്യക്തിക്ക് സമാനമായ മറ്റൊരു ജോലിയിലേക്ക് വളരെ എളുപ്പത്തിൽ മാറാൻ സാധിക്കും. അമേരിക്കയിലെ നിലവിലെ IT മേഖലയിലെ അസ്ഥിരതയും വൻകിട ടെക് കമ്പനികളിലെ പിരിച്ചുവിടലുകളും പരിഗണിക്കുമ്പോൾ ഗ്രീൻ കാർഡ് കാത്തിരിക്കുന്ന മലയാളികൾക്ക് ഇതൊരു വലിയ ആശ്വാസമാണ്. പുതിയ തൊഴിലുടമയുടെ കീഴിൽ ഗ്രീൻ കാർഡ് നടപടികൾ പഴയ പ്രയോറിറ്റി ഡേറ്റ് നിലനിർത്തിക്കൊണ്ട് തന്നെ തുടരാൻ ഈ നിയമം അനുവദിക്കുന്നു. മൂന്നാമതായി H1B വിസക്കാരുടെ പങ്കാളികൾക്കുള്ള H4 EAD വർക്ക് പെർമിറ്റുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ മാറ്റങ്ങളാണ്. H4 വിസയിലുള്ള ഭാര്യയ്ക്കോ ഭർത്താവിനോ അമേരിക്കയിൽ ജോലി ചെയ്യാനുള്ള അനുമതി പത്രം ലഭിക്കുന്നത് പലപ്പോഴും വലിയ കാലതാമസം നേരിട്ടിരുന്നു. H1B എക്സ്റ്റൻഷനൊപ്പം തന്നെ H4 EAD അപേക്ഷകളും ഒരുമിച്ച് പ്രോസസ് ചെയ്യുക എന്ന പുതിയ നയം ഇപ്പോൾ കൂടുതൽ കർശനമായി നടപ്പിലാക്കുകയാണ്. അതായത് പ്രൈമറി അപേക്ഷകന്റെ വിസ പുതുക്കുന്ന അതേ ദിവസം തന്നെ പങ്കാളിയുടെ വർക്ക് പെർമിറ്റും പുതുക്കി ലഭിക്കും. ജോലി ചെയ്യുന്ന H4 വിസക്കാർക്ക് തങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടാതിരിക്കാൻ ഓട്ടോമാറ്റിക് എക്സ്റ്റൻഷൻ ആനുകൂല്യം ഇപ്പോൾ കൂടുതൽ ഉദാരമാക്കിയിട്ടുണ്ട്. ഇത് അമേരിക്കയിലെ മലയാളി കുടുംബങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ വളരെയധികം സഹായിക്കും. നാലാമതായി അമേരിക്കൻ പ്രവാസി കുടുംബങ്ങളെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഏജിംഗ് ഔട്ട് പ്രശ്നത്തിനുള്ള പരിഹാരമാണ്. ഗ്രീൻ കാർഡ് കാത്തിരിപ്പ് നീളുന്നതനുസരിച്ച് അപേക്ഷകരുടെ കുട്ടികൾക്ക് 21 വയസ്സ് പൂർത്തിയാകുകയും അതോടെ അവർക്ക് മാതാപിതാക്കളുടെ അപേക്ഷയുടെ ഭാഗമായി ഗ്രീൻ കാർഡ് ലഭിക്കാനുള്ള അർഹത നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഏജിംഗ് ഔട്ട് എന്ന് പറയുന്നത്. ചൈൽഡ് സ്റ്റേറ്റസ് പ്രൊട്ടക്ഷൻ ആക്ട് അഥവാ CSPA നിയമത്തിൽ വരുത്തിയ പുതിയ ഭേദഗതികൾ പ്രകാരം ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് പുറത്തിറക്കുന്ന വിസ ബുള്ളറ്റിലെ ഡേറ്റ് ഫോർ ഫയലിംഗ് ചാർട്ട് അടിസ്ഥാനമാക്കി കുട്ടികളുടെ പ്രായം ലോക്ക് ചെയ്യാൻ ഇപ്പോൾ സാധിക്കും. അഡ്വാൻസ്ഡ് പരോൾ അഥവാ യാത്രാരേഖയുമായി ബന്ധപ്പെട്ട മാറ്റങ്ങളും എടുത്തു പറയേണ്ടതുണ്ട്. ഗ്രീൻ കാർഡ് അപേക്ഷ പെൻഡിംഗിലിരിക്കെ അടിയന്തര ആവശ്യങ്ങൾക്കായി നാട്ടിൽ വരണമെങ്കിൽ അഡ്വാൻസ്ഡ് പരോൾ അത്യാവശ്യമാണ്. ഇതിനുള്ള അപേക്ഷകൾക്ക് മാസങ്ങളോളം ചിലപ്പോൾ വർഷത്തിൽ കൂടുതൽ സമയമെടുത്തിരുന്നു. എന്നാൽ പുതിയ സംവിധാനത്തിൽ അഡ്വാൻസ്ഡ് പരോൾ പ്രോസസ്സിംഗ് വേഗത്തിലാക്കാനും അടിയന്തര സാഹചര്യത്തിൽ വളരെ വേഗം യാത്രാനുമതി നൽകാനുമുള്ള നിർദ്ദേശങ്ങൾ USCIS ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിലെ അത്യാവശ്യങ്ങൾക്കും മറ്റും പെട്ടെന്ന് നാട്ടിൽ വരാൻ ഇത് വലിയ അനുഗ്രഹമാണ്. ഗ്രീൻ കാർഡ് ബാക്ക്ലോഗ് എന്ന വലിയ തടസ്സം പെട്ടെന്ന് ഇല്ലാതായില്ലെങ്കിലും ആ കാത്തിരിപ്പ് കാലയളവ് ദുസ്സഹമാകാതിരിക്കാൻ അമേരിക്കൻ ഗവൺമെന്റ് എടുക്കുന്ന ഈ തീരുമാനങ്ങൾ വലിയ മാറ്റം തന്നെയാണ്. H1B വിസയിൽ അമേരിക്കയിൽ ജോലി ചെയ്യുന്ന മലയാളികൾ തങ്ങളുടെ ഇമിഗ്രേഷൻ അറ്റോർണിമാരുമായി ബന്ധപ്പെട്ട് ഈ പുതിയ നയങ്ങളുടെ ആനുകൂല്യങ്ങൾ തങ്ങൾക്ക് ലഭ്യമാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഓരോ മാസവും പുറത്തിറങ്ങുന്ന വിസ ബുള്ളറ്റിൻ കൃത്യമായി നിരീക്ഷിക്കുകയും ആവശ്യമായ രേഖകൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് സൂക്ഷിക്കുകയും വേണം.
പുതിയ ഇമിഗ്രേഷൻ വിവരങ്ങൾക്കും അപ്ഡേറ്റുകൾക്കുമായി ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.